നമസ്കാരം സർ. നമസ്കാരം പ്രിയ. സർ, ഇപ്പോൾ 78% മുകളിലായിരിക്കുകയാണ് കേരളത്തിലെ ഇലക്ഷന്റെ പോളിംഗ് പെർസെന്റേജ്. അതെ. അപ്പോ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ശരിക്കും ആർക്കായിരിക്കും ഇതിന്റെ നേട്ടം ഉണ്ടാവുക? അതിപ്പോ നമ്മള് സാധാരണ ട്രെൻഡ് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്തിനായിരിക്കും അതിന്റെ നേട്ടം, അതായത് UDF മുന്നണിക്ക്. 1987 ശേഷം ഇത്രയും വലിയ പോളിംഗ് നടക്കുന്നത് ഇപ്പോഴാണ് നിയമസഭയിലേക്ക്. അപ്പോ അന്ന് 87 വോട്ടിംഗ് ഔട്ട് ആയിരുന്നു. കരുണാകരന്റെ മന്ത്രിസഭയെ പുറത്ത് ചാടിച്ചിട്ട് തോൽപ്പിച്ചിട്ട് പുതിയ മന്ത്രിസഭയെ അധികാരത്തിൽ കൊണ്ടുവന്നു അന്നത്തെ കണക്ക് വെച്ചിട്ട്. അതിനുശേഷമാണ് ഇത്രയും വലിയ പോളിംഗ്. ഇപ്പൊ കഴിഞ്ഞ തവണ 76% ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കേരള നിയമസഭയിലേക്ക് 2021. ഇപ്പോ 78% വന്നപ്പോ ആ കണക്കനുസരിച്ചിട്ട് പറഞ്ഞാൽ UDFന് ഭൂരിപക്ഷം കിട്ടും എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളുടെ രമേശ് ചെന്നിത്തല പത്രക്കാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് UDF ജയിക്കും, ഞങ്ങൾ വളരെ ഒത്തൊരുമിച്ച പ്രവർത്തനമായിരുന്നു, ഒരേ വേവ് ലെങ്തിലാണ് ഞങ്ങൾ ചിന്തിച്ചത്, പ്രശ്നമൊന്നുമില്ല, വളരെ യുണൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്, പ്രചരണം നടത്തിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ വൻ വിജയം നേടാൻ പോകുന്നത്, പിണറായി വിജയന് ഗുഡ് ബൈ പറയാൻ കാത്തിരിക്കുകയാണ് ജനങ്ങളെന്ന് പറയുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറയുന്നു, ഞങ്ങൾ 100-ൽ അധികം സീറ്റ് കിട്ടും, പിന്നെ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദമൊന്നും ഞങ്ങൾ ചോദിക്കില്ല, ഞങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ചോദിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഭാവിയിൽ ചോദിക്കോ ഇല്ലയോ എന്നുള്ളത് അവര് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇതില് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 2006-ലല്ലേ ഉമ്മൻചാണ്ടി 2011-ലല്ലേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നത്. അപ്പൊ അവര് 5ാമതൊരു മന്ത്രിയെ അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. 1 വർഷമായിട്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് മഞ്ഞളാംകുഴിനെ അലീഗിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് അവർ ആക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എന്താ ചർച്ച നടന്നതെന്നൊന്നും അറിയില്ല. UDF എന്ന് പറഞ്ഞാൽ പൊതുവെ, കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിം ലീഗിന്റെ അടിമകളാണല്ലോ. അപ്പൊ മുസ്ലിം ലീഗ് വളരെ സൈലന്റ് ആൻഡ് സ്ലോ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് മുഴുവനും. ഉപമുഖ്യമന്ത്രി പദം ഇപ്പൊ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കില്ല. പക്ഷെ UDFകാർ കോൺഗ്രസ്സുകാർ ഓഫർ ചെയ്ത് അവർക്ക് ഓഫർ ചെയ്യാതിരിക്കില്ല. കാരണം അവർക്ക് അതുകൊണ്ട് കോൺഗ്രസിന് കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ കാര്യം. പരസ്യമായിട്ട് പറയില്ലെങ്കിൽ കൂടി ലീഗിന്റെ ഉള്ളിൽ കൂടുതൽ ദേഷ്യം വരും, വേണ്ടി വന്ന അവർ മുഖ്യമന്ത്രി പദം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു BJP അക്കൗണ്ട് തുറക്കൂല എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ ഇവരും പറഞ്ഞു. അതിനിടയ്ക്ക് വേറൊരു കാര്യമുള്ളത്, രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒരു കാര്യം ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെയും UDFന്റെയും വിജയത്തിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് 3 പേരോടാണ്: രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും പിന്നെ AICC പ്രസിഡന്റായിട്ട് നടക്കുന്ന മറ്റേ മല്ലികാർജുൻ ഖാർഗെയോടും. അതിലൊരു കാര്യം ശ്രദ്ധിച്ചത്, AICCയുടെ സംഘടനാ സെക്രട്ടറി വേണുഗോപാലിന് ഇവിടെ വന്ന് കൊണ്ടുപോകാനും പ്രചരണം നടത്തിയിരുന്നു. എന്തോരം ചീത്ത അദ്ദേഹം BJPനെയും കോൺഗ്രസിനെയും CPMനെയും പറഞ്ഞുകൊണ്ട് കിടന്നു. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല രമേശ് ചെന്നിത്തല. അപ്പൊ അതിന്റെ അർത്ഥം രമേശ് ചെന്നിത്തലയുടെ വേ ഓഫ് തിങ്സില് വേണുഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ല. ഓക്കെ, വേണുഗോപാലിനെ അടുപ്പിക്കില്ല എന്നുള്ളതിന്റെ ഒരു ഇൻഡയറക്റ്റ് ഹിന്റും കൂടിയാണ് അത്. അപ്പൊ അതിനകത്ത് തന്നെ വേണുഗോപാലൻ മുഖ്യമന്ത്രിയായിട്ട് നടക്കുന്ന ആളാണ്. അയാള് പറഞ്ഞു K. മുരളീധരൻ മുഖ്യമന്ത്രി ആവില്ല, മന്ത്രി സ്ഥാനം വേണേ കൊടുത്തേക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ UDF ഒരു വിജയത്തിന്റെ ഒരു ആവേശത്തിലാണ് ഇപ്പൊ അതിന് നടത്തുന്നത്. ഇപ്പൊ മെയ് 4-ാം തീയതി പെട്ടി തുറന്ന് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ ആരാ ജയിച്ച് ആരാണ് തോൽക്കണമെന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എപ്പോ വേണമെങ്കിലും അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാം. ഞങ്ങൾക്ക് ഇത്രയും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഞങ്ങളെ ചതിച്ചു എന്ന് പറയാം അവർക്ക് വേണമെങ്കിൽ. അതാണ് അവർ പറയാൻ പോണത്. തോറ്റു കഴിഞ്ഞാൽ അവർ അപ്പൊ EVMനെ കുറ്റം പറയും. പിന്നെ ഇടതുപക്ഷ മുന്നണി ഇന്നലെ പിണറായി വിജയന്റെ ഒക്കെ ടിവിയിലുള്ള അഭിമുഖം കണ്ടപ്പോൾ ആ പഴയ എന്തൂസിയാസം ഒന്നും കാണാനില്ല. അപ്പോ തോൽവി ഏതാണ്ട് അദ്ദേഹം വിടവാങ്ങൽ പ്രഖ്യാപനമാണ് നടത്തിയത്. വികസനം തുടരണം, വികസനത്തിന് ഇടവേള പാടില്ല എന്ന്. അത് ഇനി വരുന്ന ഗവൺമെന്റിനോടുള്ള ഒരു അപേക്ഷയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും ധർമ്മടത്തുനിന്ന്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കേരള നിയമസഭയിൽ വരില്ല. വന്നു കഴിഞ്ഞാൽ ഈ സതീശനെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങേരെ കൊത്തിപ്പറിക്കും. പാവം, അങ്ങേർക്കാണ് സുഖമില്ലാത്ത മനുഷ്യനാണ്.
അപ്പൊ അത് മാത്രമല്ല, ഇവര് വളരെ നല്ല പ്രചരണമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നത്. അത് വളരെ ഞങ്ങള് പ്രതിപക്ഷത്തിന് അന്ന് അനാവശ്യമായിട്ട് നോവിച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് മറ്റേ തെലങ്കാനയിൽ നിന്ന് ഒരു രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ഇവിടെ വന്ന് പോ മോനെ ദിനേശ എന്നൊക്കെ പറയുകയും അത് പിന്നെ ഡാഷ് മോനെ എന്നുള്ള വേറൊരു വകുപ്പിലേക്ക് തരം താഴുകയൊക്കെ ചെയ്തത്. ഇത് കേരള നിയമസഭ കണ്ട ഏറ്റവും മോശം തെരഞ്ഞെടുപ്പാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മോശം ഇൻസിഡന്റ് ആണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് ആര് ജയിക്കും ആര് തോക്കുന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. LDFന് നേരിയ മുൻതൂക്കം ഉണ്ടാവുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് പോയി. എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല ഇപ്പോൾ. കാരണം ഇന്നലെ ഒരു കൺസോളിഡേഷൻ നടന്നുല്ലോ. മുഴുവൻ മുസ്ലിം ആൻഡ് മൈനോറിറ്റി കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കള് പഠിക്കാതെ, ഹിന്ദുക്കൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ BJPക്ക് ഇവിടെ വേരുറപ്പിക്കാൻ പറ്റൂല. നമ്മള് ഈ കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്നവരെ അപകടം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവര് ഈ ശബരിമല ഗുരുവായൂരിന്ന് കേൾക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ ഒച്ച ഉണ്ടാക്കുന്നല്ലാതെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നോ നല്ല ആൾക്കാർ ആരാണെന്നോ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ BJP ഫീൽഡ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഒക്കെ വളരെ നല്ലവരായിരുന്നു, നല്ല കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഒന്നിനൊന്ന്. അപ്പോ അവരെ ജയിപ്പിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അല്ലേ? ഇപ്പൊ പിന്നെ ഉള്ളത് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന കാര്യം ഉറപ്പായി. ഇപ്പൊ രാവിലെ തൊട്ട് ശിവൻകുട്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്നത് നേമത്ത് കറൻസി നോട്ട് കൊണ്ടുവന്ന് ഒഴുക്കിയെന്നാണ് പറയുന്നത്. അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. തോക്കാൻ നേരത്തെ ഒരു എക്സ്ക്യൂസ് വേണമല്ലോ പറയാനായിട്ട്. ശിവൻകുട്ടി ജയിക്കില്ല എന്ന് ശിവൻകുട്ടിക്ക് മാത്രമേ എല്ലാവർക്കും അറിയാം. ശിവൻകുട്ടി ജയിക്കില്ല എന്ന്. കാരണം ഈ നാടിനൊരു അപമാനമാണല്ലോ ഈ ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പ് മൊത്തം കുളം തോണ്ടിച്ച ആളാണല്ലോ. അപ്പോ അയാള് ജയിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ മൂപ്പര് ഒരു ഓടന പട്ടിക്ക് ഒരു മഴ മുമ്പേ എറിഞ്ഞ് പറയണു, ഇവിടെ ഞങ്ങള് തോക്കാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് നഷ്ടപ്പെടാനുള്ള കാരണം കാശ് കൊണ്ട് കറൻസി നോട്ടുകൾ കൊണ്ട് ഒഴുക്കി പെട്ടികളുടെ നോട്ട് കൊണ്ടുവന്നിട്ടാണ് എല്ലാ വോട്ടർമാർക്കും കൊടുത്തതാണ് അദ്ദേഹം പറയുന്നത്. അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ ഇത് ഇപ്പോഴത്തെ ഈ UDFന്റെ ഇലക്ഷന്റെ പോസ്റ്റ് പോളിംഗ് ഡേയിലെ 78% റിസൾട്ട് വന്നതോടുകൂടി UDF സന്തോഷത്തിലാണ്. അവർ ജയിക്കുന്നതാണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോവിന്ദൻ, നമ്മുടെ ഡ്രിൽ മാസ്റ്റർ, CPMന്റെ സെക്രട്ടറി, കേരള സെക്രട്ടറി, അയാളുടെയൊക്കെ പ്രസംഗം ടെലിവിഷനിൽ അയാൾ വന്ന് പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം വിടവാങ്ങുകയാണ് എന്ന് തോന്നി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ നിന്നിട്ട് കൂടി വന്ന 10-20 സീറ്റ് കിട്ടിയിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതിലെല്ലാവരും കളിക്കളമ്പ് പോയിരിക്കുകയാണല്ലോ മുപ്പുറക്കായിട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അത് ഇപ്പം തെരഞ്ഞെടുപ്പില് ഇത് വരാം, എന്താ പറയാ, വ്യത്യാസങ്ങളൊക്കെ വരാം. ഈ പറഞ്ഞ പോലെ ഈ 100 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. 100 സീറ്റൊക്കെ കിട്ടുന്ന നടക്കുന്ന കാര്യമല്ല. 80 സീറ്റ് തന്നെ കിട്ടുമെന്ന് സംശയമാണ്. അതിനൊക്കെ തക്ക കാരണങ്ങളുണ്ട്. ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്. ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളിലാണോ ക്രിസ്ത്യൻ വോട്ടുകളിലാണോ ശരിക്കും സംഭവിച്ചത്? മുസ്ലിം വോട്ടുകളിലുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങോട്ടാണ് പോയത്? എല്ലാവരും PC ജോർജോ ഷോൺ ജോർജോ അല്ലല്ലോ. അല്ല, അവർക്ക് ഹിന്ദുക്കളെ പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. ക്രൈസ്തവർക്ക് മുസ്ലിങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് ഹിന്ദുക്കളെ ഇഷ്ടമല്ല. അവരുടെ പ്രധാന പരിപാടി മതം മാറ്റമാണ്. മതം മാറ്റം നടത്താണ്ട് അവർക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂല. മതം മാറ്റം നിയമം പ്രകാരം തടഞ്ഞാൽ, നിരോധിച്ചാൽ മാത്രമേ ഇവിടെ എന്താ പറയാ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവര് മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഏത് ക്രൈസ്തവ യുവാവിന്റെ അടുത്ത് വരെ ചോദിച്ചോളൂ. മതം മാറ്റം ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റൂല പ്രിയനിവിടെ. ആ മതം മാറ്റം നടത്താണ്ട് എന്തോട്ട് ക്രൈസ്തവർ ഈ നാട്ടില് അവര് വളരെ അപകടകാരികളാണ്. അവര് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി വളരെ കുറച്ചുപേരെ ഒരു ക്രൈസ്തവ നാഷണലിസത്തിൽ ഒരു ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാവുന്ന ശതമാനമേ ഉള്ളൂ. അത് കൂടി വന്നാൽ 10% ഉണ്ടാവുള്ളൂ. അത് അല്ലാതെ അവര് BJPക്കൊന്നും വോട്ട് ചെയ്യുന്ന തോന്നില്ല. കേരളത്തിലെ ക്രൈസ്തവർ, ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉള്ള സംസ്ഥാനം കേരളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവരും മുസ്ലിംസും ഒരുമിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ഒരു വോട്ട് ബാങ്കാണ്. അത് ഒരു മറ്റേ കോൺഗ്രസിനെ അവര് സഹായിക്കൂ, BJP-നെ സഹായിക്കുന്നതിന് സംശയമാണ്. They will not vote for BJP. I'm that much sure. ഈ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉള്ള ക്രൈസ്തവര് BJP-യോട് ചേർന്ന് നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കേരളത്തില് നിൽക്കൂല. കേരളത്തിൽ ഈ ക്ലിമ്മിസും പിന്നെ എന്താ അയാളുടെ പേര് പാമ്പ്ലാനി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ എന്താണ് കുര്യാക്കോസ് മാർ കൂറിലോസ് എന്നൊക്കെ പറഞ്ഞ വടിയും പിടിച്ചോണ്ട് നടക്കുന്ന ചങ്ങാതിയില്ലേ, അവരൊക്കെയാണ്. അവര് മുഴുവൻ മതഭ്രാന്തന്മാരല്ലേ അവര് ശരിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും, വളരെ മൃദുവായിട്ട് സംസാരിക്കും നമ്മളോട്. എന്നിട്ട് അതായത് ഈ ശർക്കര പുരട്ടിയിട്ട് അഴുത്ത് അറക്കണ പോലെയാണ് അവര് ചെയ്യുന്നത്. സംബഡി ഷുഡ് ടെൽ. ഇതൊക്കെ ഹിന്ദുക്കൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിടത്തോളം കാലം, മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർക്കിവിടെ നിൽക്കാൻ പറ്റൂല. അവരുടെ ഭാവി പോയി. പിന്നെ ഈ പറഞ്ഞ പേര് രമേശ് ചെന്നിത്തലയാണെങ്കിലും സതീശനാണെങ്കിലും അവര് മുഖ്യമന്ത്രി പദമാണെങ്കിൽ അവൻ മതം മാറ്റി കൊടുത്താൽ എന്താ അവന് നഷ്ടം? എന്താ വല്ലവന്റെ ആൾക്കാരല്ലേ പോകണം. പിന്നെ കാലക്രമേണ ഇവരുടെ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞ് അവരുടെ മക്കളുടെ മക്കളൊക്കെ മതം മാറിക്കൊള്ളു. അത് കുഴപ്പമില്ലല്ലോ, ചാവൂല്ലേ അപ്പോഴത്തേക്ക്. സാർ, അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി SDP ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത് കൂടെ നടന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായിട്ടും അവരുടെ പ്ലാൻ അനുസരിച്ചിട്ടാണ് സംഗതി നടക്കണം മുഴുവനും. അപ്പൊ UDF അധികാരത്തിൽ വരികയും ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുകയും ചെയ്യും. അതെ അതെ അതെ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതാണ് നടക്കാൻ പോണേ കേരളത്തിൽ. ഇനിയിപ്പോ നോക്കിക്കോളൂ, പ്രിയൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നോക്കിക്കോ, അവിടെ മുഴുവൻ താടിക്കാരന്മാരും മറ്റേ തൊപ്പി വെച്ചവന്മാരായിരിക്കും നിൽക്കണം മുഴുവൻ ഇവരെ കൊണ്ട് ഭരിപ്പിക്കാനായിട്ട്. അല്ല, അവര് പറയുന്നതിലൊരു കാര്യമുണ്ട്, എന്തിനാ മുഖ്യമന്ത്രി പദം ഞങ്ങൾക്ക്, അല്ലാണ്ട് കാര്യങ്ങളൊക്കെ നടത്തി കിട്ടിച്ചാ പോരെ എന്ന് പറഞ്ഞാ പോരെ. അപ്പൊ അത് കേരളത്തിന്റെ ഭാവി പോക്കാ. ഇപ്പൊ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ പല ഹിന്ദുക്കളും മറ്റു ജില്ലകളിലേക്കും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുക പേടിച്ചിട്ട്. ഇത് ഹിന്ദുക്കളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഈ നമ്മളെപ്പോഴും എന്താ പറയുന്ന ഒരു ലാക്ഡൈസിക്കൽ അല്ലെങ്കിൽ ഒരു ലെഥാർജിക്കൽ ആറ്റിറ്റ്യൂഡാണ് ഹിന്ദുക്കൾക്കുള്ളത്. ഹൂ കേഴ്സ് എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അവസാനം സ്വന്തം വീട്ടിൽ വന്ന് കയറി തട്ടിക്കൊണ്ടുപോയി ജഹാദി ഇതും മതപരിവർത്തനമൊക്കെ നടത്തി കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല. അമ്പലങ്ങളിലൊക്കെ നോക്കി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കൊടിയും കുത്തി അവിടെ ഇരുന്നിട്ട് മാപ്പിളപ്പാട്ടായിരിക്കും പാടാൻ പോണ. വെങ്കടേശ സുപ്രഭാതത്തിനും എന്റെ പൂന്താനത്തിനും ജ്ഞാനപ്പാനിക്കും പാലും നോക്കിക്കോ. ഗുരുവായൂരും ദ ഡേ ഈസ് നോട്ട് ഫാർ ഓഫ്. ഗുരുവായൂരിന്ന് മറ്റേ ഇത് വരും, എന്താ പറയണ, മറ്റേ അള്ള എന്നുള്ള വിളി വരും. പിന്നെ മറ്റേ ഇതും വരും, എന്താ മാപ്പിളപ്പാട്ടും വരും. അപ്പൊ അതൊക്കെയാ നടക്കാൻ പോണേ കേരളത്തില്. തീർച്ചയായും വളരെ വിഷമമുള്ള കാര്യമാണ്. ഹിന്ദു എന്നുള്ള രീതിയിൽ വളരെ ഒരു ദുഃഖമുണ്ട്, ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ കേരളം എന്നുള്ളത്. പിന്നെ പാവം പിണറായി വിജയനെ കൊണ്ട് കുഴിയിലാക്കി ഇവര് 3 ക്രിസ്ത്യാനികൾ ചേർന്ന്. എന്താ നമ്മുടെ ബേബിയും പിന്നെ തോമസ് ഐസക്കും ബ്രിട്ടാസും, അതിന്റെ കൂടെ ഇയാളും ചേർന്നിട്ടുണ്ട് ഗോവിന്ദൻ. അതെ സാർ, വളരെയധികം നന്ദി സാർ.